പാലക്കാട് ഉപതെരഞ്ഞെടുപ്പിന്റെ ജനവിധി അറിയാൻ ഇനി മണിക്കൂറുകൾ മാത്രം ബാക്കി. ജില്ലാ കളക്ടർ നമ്മളോടൊപ്പം ചേരുന്നുണ്ട് കൗണ്ടിങ്ങിന്റെ ഒരുക്കങ്ങളെ സംബന്ധിച്ച് പറയാനായിട്ട്. എന്താണ് മാഡം, എന്തൊക്കെ ഒരുക്കങ്ങളായി? മുഴുവൻ പൂർത്തിയായോ? ഒരുക്കങ്ങളൊക്കെ പൂർത്തിയായി. അവസാനഘട്ട ട്രെയിനിങ്ങുകൾ ഉദ്യോഗസ്ഥർക്കുള്ള ബ്രീഫിംഗ് നടക്കുകയാണ്. ഉച്ച കഴിഞ്ഞ് കാൻഡിഡേറ്റ് ഏജൻസിനുമുള്ള ബ്രീഫിംഗ് നടത്തുന്നുണ്ട്. ഒരുക്കങ്ങളൊക്കെ ഭംഗിയായിട്ട് ചെയ്തിട്ടുണ്ട്. എത്ര ടേബിളുകളായിട്ടാണ് ഇത്തവണ നമ്മൾ കൗണ്ടിങ് ഉണ്ടാവുക? എങ്ങനെയാണ് അതിൻ്റെ ഒരു ഓർഡർ എന്നൊന്ന് പറയാമോ? 14 ടേബിളുകളാണ് മെഷീൻസ് അറേഞ്ച് ചെയ്യുന്നതിനായിട്ട് എണ്ണുന്നതിനായിട്ട് അറേഞ്ച് ചെയ്തിട്ടുള്ളത്. പോസ്റ്റൽ ബാലറ്റ് കൗണ്ട് ചെയ്യുന്നതിനായിട്ട് പ്രത്യേകം ടേബിളുകൾ 5 ടേബിളുകൾ വേറെയും അറേഞ്ച് ചെയ്തിട്ടുണ്ട്. ആദ്യം എണ്ണുന്നത് ഏതായിരിക്കും? ആദ്യം പോസ്റ്റൽ ബാലറ്റാണ് എണ്ണി തുടങ്ങുക, അതിനുശേഷം മെഷീൻസ് എണ്ണി തുടങ്ങും. ഇപ്പോൾ ബൂത്ത് ക്രമങ്ങൾ എങ്ങനെയായിരിക്കും? 1 മുതലായിരിക്കോ? ഒരു 1 മുതൽ 14 വരെ ആയിരിക്കും ആദ്യഘട്ടത്തിൽ എണ്ണ? അതെ, അതേ സീരിയൽ നമ്പർ ഓർഡറിൽ തന്നെയാണ് എണ്ണി പോവുക. പിന്നെ എത്ര പോസ്റ്റൽ വോട്ടുകൾ ഇത്തവണ വന്നിട്ടുണ്ട്? അങ്ങനെ കൃത്യമായിട്ടുള്ള കണക്ക് ഇപ്പം എൻ്റെ കയ്യിലില്ല, എന്നാലും വളരെ പെട്ടെന്ന് തീർക്കാവുന്ന നമ്പേഴ്സേ ഉള്ളൂ. ഒരു ഏകദേശം ആദ്യ ഫലസൂചന എപ്പോഴാണ് നമുക്ക് അറിയാൻ പറ്റുക? ഏകദേശം കൃത്യമായിട്ട് പറയാൻ പറ്റില്ല. രാവിലെ 8 മണിക്ക് തുടങ്ങിക്കഴിഞ്ഞാൽ ആദ്യത്തെ 2 റൗണ്ട് ചിലപ്പോൾ സ്വാഭാവികമായിട്ട് കുറച്ചൊന്ന് ആ ഒരു ഋതം ഒന്നായി വരാനുള്ള താമസം ഉണ്ടാവും. അതിനുശേഷം പിന്നെ വേഗത്തിൽ തന്നെ എണ്ണിപ്പോകും. ഏകദേശം ഒരു 11 മണിയോട് അടുപ്പിച്ച് നമുക്ക് വിധി അറിയാൻ കഴിയുമോ? അങ്ങനെയാണോ? നമുക്ക് നോക്കാം. നമ്മളെന്തായാലും പരമാവധി വേഗത്തിൽ തന്നെ റിസൾട്ട് ഡിക്ലെയർ ചെയ്യാനുള്ള എല്ലാ കാര്യങ്ങളും ചെയ്യും. ഏതെങ്കിലും ചലഞ്ചിങ് വോട്ടുകൾ അങ്ങനെ ഉണ്ടായിട്ടുണ്ടോ? ഇല്ല, അങ്ങനെ തികച്ചും സമാധാനപരമായിരുന്നു. ഇഷ്യൂസ് ഒന്നും പോളിംഗിൽ ഉണ്ടായിരുന്നില്ല. ഏതായാലും പോളിംഗിൽ മറ്റ് പ്രശ്നങ്ങളൊന്നുമില്ല. നാളെ രാവിലെ മുതൽ നമുക്ക് ഫലസൂചനകൾ വന്നു തുടങ്ങും. ഉച്ചയോട് അടുപ്പിച്ച് അല്ലെങ്കിൽ ഉച്ചയ്ക്ക് ശേഷമൊക്കെ നമുക്ക് പാലക്കാട്ടെ വിജയി ആരാണെന്നും അറിയാൻ കഴിയും. വിജേഷ് പുതുവാശ്ശേരിക്കൊപ്പം ഗോകുൽ VS, മാതൃഭൂമി ന്യൂസ്, പാലക്കാട്.